ഇന്നത്തെ കാലത്ത് പല ആവശ്യങ്ങൾക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞെങ്കിലും കൃത്രിമ ബുദ്ധിയുടെ അപകടങ്ങളെക്കുറിച്ച് ഇപ്പോഴും വ്യാപകമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇത്തരം ചർച്ചകൾ ബലപ്പെടുത്തുന്ന ഒരു സംഭവം അടുത്തിടെ ഒരു ചൈനീസ് ഫാക്ടറിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ചൈനയിലെ ഒരു ഫാക്ടറിയിൽ റോബോട്ടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണത്തിനിടെ അവിടുത്തെ തൊഴിലാളിയെ റോബോട്ട് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പിന്നീട് സാമൂഹിക മാധ്യമങ്ങൾ വഴി പുറത്തു വന്നിരുന്നു. 2 ജീവനക്കാർക്കരികിലായി ഒരു ക്രെയിനിൽ തൂങ്ങിക്കിടക്കുന്ന റോബോട്ടാണ് ആക്രമണ സ്വഭാവം കാണിച്ചത്. തീർത്തും അപ്രതീക്ഷിതമായി റോബോട്ട് സജീവമാകുകയും ആക്രമണാത്മകമായി കൈകളും കാലുകളും ചലിപ്പിക്കുകയും ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ തൊഴിലാളികൾ അമ്പരപ്പോടെയും ഭയത്തോടെയും നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. പെട്ടെന്ന് തന്നെ റോബോ തൊഴിലാളികളിൽ ഒരാളെ പിന്തുടരാൻ ശ്രമിക്കുന്നു. റോബോ ലക്ഷ്യമിട്ട തൊഴിലാളി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഒടുവിൽ ജീവനക്കാരിൽ ഒരാൾ അതിന്റെ പവർ ഓഫ് ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ ശാന്തമായത്. വീഡിയോ ചൈനയിലെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായതോടെ സയൻസ് ഫിക്ഷൻ സിനിമകളോടാണ് ആളുകൾ ഈ സംഭവത്തെ ഉപമിച്ചിരിക്കുന്നത്. ചിലർ ടെർമിനേറ്റർ പരമ്പരയ്ക്ക് സമാനമെന്നും വിശേഷിപ്പിച്ചു. യന്ത്രങ്ങളുമായുള്ള ഒരു യുദ്ധത്തിൽ ചിലപ്പോൾ മനുഷ്യന് വിജയിക്കാൻ സാധിച്ചുവെന്ന് വരികയില്ലെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു. വീഡിയോ വൈറലായതോടെ റോബോട്ടിക്സും AI സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചേക്കാവുന്ന അപകട സാധ്യതകളെക്കുറിച്ച് നിരവധി പേർ ആശങ്ക ഉയർത്തി.